കാര്യമില്ലല്ലോ. അപ്പൊ നിബിധങ്ങൾ പറഞ്ഞ അശദ്ദുഹും ഇസ്തിഅദാദാ, അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ്, ഒരു ഒരുക്കം നിങ്ങൾ നടത്തണം കേട്ടോ. ഒരു തയ്യാറെടുപ്പ് വേണം. എപ്പോ വന്നാലും റെഡിയാണ്. എല്ലാ ദിവസവും വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് മലക്കുൽ മൗത്തും പരിവാരങ്ങളും വിളിച്ചു പറയും, അയ്യുഹന്നാസ് അർറഹീൽ അർറഹീൽ. ആരെങ്കിലും അറിയുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിൽ മലക്കുൽ മൗത്ത് വന്ന് തട്ടി വിളിക്കുകയാ? അയ്യുഹന്നാസ്, വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ, രസിച്ചുകൊണ്ടിരിക്കുന്നവരെ, രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, അർറഹീൽ അർറഹീൽ, യാത്രയ്ക്ക് തയ്യാറായിക്കോ, യാത്രയ്ക്ക് തയ്യാറെടുക്കണേ. ബഹുമാനപ്പെട്ട മലക്ക് വന്ന് വിളിച്ചു പറയുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. ആര് കേൾക്കാൻ ആ സമയത്ത്? ടിവിയുടെ സൗണ്ട് കൂട്ടി വെച്ചേക്കല്ലേ? ടിവിയുടെ സൗണ്ട് കൂട്ടി വെച്ചിരിക്കുമ്പോൾ ആർക്ക് കേൾക്കാൻ പറ്റും? റഷാദി അവിടെ ഇരിക്കും, ഉസ്താദ് നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ അവിടെ ഇരിക്കും, ഹബീബ് നിങ്ങൾ പള്ളിയിൽ ഇമാമല്ലേ, ഇങ്ങോട്ട് കയറിയിരിക്കും. ഈ കസേര കിട്ടിട്ട് നമ്മൾ തന്നെ പിറകി പോയിരിക്കുന്നു. കസേര ഇരിക്കാനുള്ളതല്ലേ? വീട്ടിൽ ക്ലോസറ്റ് പണിഞ്ഞിട്ട് വെളിയിൽ പോയിട്ട് കക്കൂസി പോകുന്ന പോലെ ആണല്ലോ ഇത്. പണിഞ്ഞു വെച്ചേക്കുന്നതിനല്ലേ? പിന്നെ പറമ്പിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ പണിഞ്ഞു വെച്ചിരിക്കുന്നതിന് വേണ്ടിയല്ലേ ഓരോന്ന്. അപ്പം നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം, ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് എനിക്കടക്കം, നിങ്ങളൊക്കൊന്നും അല്ല, എനിക്ക് കൂടുതൽ അല്ലാഹുവേ പടച്ചവനെ നല്ല മരണം നമുക്ക് തരട്ടെ. എപ്പോഴും ഒരു തയ്യാറെടുപ്പ്, ഏത് സമയത്തും നമ്മൾ റെഡിയാണ്. മലക്കുൽ മൗത്ത് എപ്പോഴും ഒന്ന് വിളിക്കും. എല്ലാ ദിവസവും പള്ളിയുടെ വാതിൽക്കൽ മലക്കുൽ മൗത്ത് നിൽക്കും അത്രേ. നമസ്കാരം കഴിഞ്ഞു പോകുന്നവരെ മുസാഫഹത്ത് ചെയ്യുമെന്നും ഹബീബായ റസൂലുള്ളാഹി. നമ്മളെല്ലാം അറിയുന്നുണ്ടോ? എല്ലാ ദിവസവും മലക്കുൽ മൗത്ത് പള്ളിയുടെ വാതിൽ. എന്നാ ഞാൻ നാളെ മുതൽ പള്ളിയിൽ വരുന്നില്ല, എന്നാ ഞാൻ ഇനി നാളെ ഒരു പള്ളിയിൽ വരുന്നില്ല. മലക്കുൽ മൗത്ത് അവിടെ നിൽക്കുന്നുണ്ടാ. എല്ലാ ദിവസവും വന്ന സാലിഹ്യങ്ങളെ മുസാഫഹത്ത് ചെയ്ത് കയ്യിൽ ഓർമ്മിപ്പിക്കലാണിത്. മരണത്തെക്കുറിച്ചൊരു ഓർമ്മ നമുക്കുണ്ടാകണമെന്നാണ്. എപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുന്നവർക്ക് ഖബറിൽ സന്തോഷമാണെന്നാണ്. ഒരു തുള്ളി കണ്ണുനീര് മരണത്തെക്കുറിച്ച് ഓർത്തിട്ട് നമ്മുടെ കണ്ണ് ഈറനണിയണം കേട്ടോ. ഒരല്പമെങ്കിലും, ഒരിക്കലെങ്കിലും, എപ്പോഴെങ്കിലും മഹാന്മാരും മഹതിമാരും ഖബറുകളെ കുഴിച്ചിട്ടിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കിടന്നിട്ട് ആയിരക്കണക്കിന് പരിശുദ്ധമായ ഖുർആൻ ഓതുകയല്ലേ, ഖത്തം തീർക്കുകയല്ലേ. ആ ഖബറിൽ കിടന്നുകൊണ്ട്, അല്ലാ, നാളെ ഒരു ദിവസം ഞാൻ ഉറങ്ങേണ്ട മണ്ണറയാണല്ലോ നാദാ, ഈ ഖബർ എനിക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. മഹാന്മാരും മഹത്തുക്കളും അങ്ങനെ ദുആ ചെയ്തെങ്കിൽ അല്ലാഹു അവരുടെ ഖബറുകൾ സന്തോഷഭരിതമാക്കിയിട്ടില്ലേ? സന്തോഷമായി വെള്ളി വെളിച്ചം കൊണ്ട് പ്രകാശപൂരിതമാക്കി അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ ഞാനോ നിങ്ങളോ ആ ഖബർ കണ്ട് കരഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം ആ ഖബർ കണ്ട് കരഞ്ഞ കണ്ണ് നമ്മുടെ ശരീരത്തിലുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. ഒരാള് പോലും നാദാ, ഞാൻ നാളെ ആ ഖബറിലാണ് ഉറങ്ങുന്നത്, അതുകൊണ്ട് ആ ഖബർ എനിക്ക് വിശാലത നൽകണേ എന്നോർത്ത് ഖബറിനെ നോക്കിയിട്ട് കരഞ്ഞ കണ്ണുകളുണ്ടോ? ആരിലുണ്ടോ? എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഖബറിനെ ഓർത്ത് കരഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപോക്ക് കാണട്ടെ. ഖബർ ഇല്ല, കാണൂല, എനിക്കറിയാം. ഒരുപാട് മജ്‌ലിസിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരാള് പോലും കൈപൊക്കിയിട്ടേ ഇല്ല. ഖബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞവർ അല്ല. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഭർത്താവ് മരിച്ചു, പെങ്ങള് മരിച്ചു, ആങ്ങള് മരിച്ചു, മക്കള് മരിച്ചു, കൊണ്ടുപോകുമ്പോ ആ ഖബറിനടുക്ക നിന്ന് പൊട്ടിക്കരയാറുണ്ട്. അതല്ല എന്റെ ചോദ്യം. ഈ കാലി ഖബർ കണ്ടിട്ട്, 6 ഖബർ, 6 അടി മണ്ണ്, ഇരുണ്ട തുരുത്ത്, അത് കണ്ടിട്ട് അല്ലാ, എന്റെ സങ്കേതം, എന്റെ താവളം അവിടെയാണല്ലോ അല്ലാ, ആ ഖബർ കണ്ട് നമ്മുടെ കണ്ണ് ഈറനണിഞ്ഞവരുണ്ടോ? ഏത് ഉമ്മമാരാണ് കരഞ്ഞത്? ഏത് പെങ്ങളാണ് കരഞ്ഞത്? മരണം മരണം എന്ന് പറയുമ്പോൾ അവർക്കതൊരു വിഷമമാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, പറയരുത്. ചർച്ച ചെയ്യാതെയും പറയാതെയും ഇരുന്നിട്ട് കാര്യമില്ല. ആ ഖബറിലേക്ക് നമ്മൾ പോയേ പറ്റുകയുള്ളൂ. ഒരിക്കലും അതിൽ നിന്ന് ഒളിച്ചോടാൻ വഴിയില്ല. അതുകൊണ്ടാണ് ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളം നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മൗത്തി, എന്റെ മരണമാണ് സ്വഹാബാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ലോകാവസാനത്തിന് അടയാളാണിത്. നബി തങ്ങൾ മരിച്ചു. അപ്പൊ നമ്മളുടെ അർത്ഥം എന്താ? നമ്മൾ മരിക്കും പുറകെ പുറകെ. വലൗ കാനത്തി ദുനിയാ തദൂമു
لواحدي لكان رسول الله فيها مخلدا. ഈ ദുനിയാവിൽ ആർക്കെങ്കിലും അല്ലാഹു ഒരു അനശ്വരമായ ജീവിതത്തിന്റെ വ്യവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അത് ലോകത്തിന്റെ നേതാവായ വിപ്ലവത്തിന്റെ നായകനായ നമ്മുടെ കരളിന്റെ കഷണമായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു ആ അനശ്വര ജീവിതം സമ്മാനിക്കുമായിരുന്നു. ഇല്ല ഇല്ല, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ വന്ന് നബിയോട് പറഞ്ഞത്, യാ മുഹമ്മദ് മുഹമ്മദ് ഇസ്മാ ശിഅത ഫഇന്നക മയ്യിതുൻ, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ കേട്ടോ. ഫഇന്നക മയ്യിതുൻ, നിങ്ങൾ മരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വീണ്ടും പറയുകയാണ്, വഹബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു, ഈ ദുനിയാവിൽ അങ്ങേക്ക് ഇഷ്ടമുള്ളവരെ കൂട്ടുകാരനാക്കാം, സഹപാഠികളാക്കാം. ഓർക്കണേ മുഹമ്മദേ, ഫഇന്നക മുഫാരിഖുഹു, ഒരു ദിവസം അവരെ ഒഴിവാക്കിയിട്ട് യാത്ര പോകേണ്ടി വരും കേട്ടോ. അത്ര വലിയ വാക്കാ. ബഹുമാനപ്പെട്ട മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവനെ ജീവിതത്തിലേക്ക് മാറ്റി തിരിച്ചത് ഈ പരിശുദ്ധമായ ഈ ഹദീസാണ് കേട്ടോ. ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ഈ ഒരു വാക്കുകളാണ് ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ വിലായത്തിലേക്ക് അടുപ്പിച്ചത്. വഹബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു, നിങ്ങൾ ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാം, പക്ഷേ ഒരിക്കൽ അവരെ ഉപേക്ഷിച്ചിട്ട് വിട്ടുപിരിഞ്ഞു പോകേണ്ടി വരും കേട്ടോ. ശരിയല്ലേ? ഏത് കൂട്ടുകാരനെയും വിട്ടിട്ട് പോകണ്ടേ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഭർത്താക്കന്മാരെ, നമ്മുടെ ഭാര്യമാരെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും കേട്ടോ. എല്ലാവരും ഒരു ദിവസം ഓരോരുത്തർ ഇട്ടിട്ട് പോകണം. എല്ലാവരും വിട്ടിട്ടുണ്ടല്ലേ? പോകണ്ടേ ഉസ്താദേ? എന്നോട് നീങ്ങിയിരിയപ്പോ കുറച്ചുകൂടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ്ടായിരിക്കും എന്നോട്. അല്ലേ പ്രസിഡന്റ്? എല്ലാരെയും വിട്ടിട്ട് പോകണ്ട ഒരു ദിവസം. അല്ല പിന്നെ ഇവിടെ കിടക്കാന്ന് എന്താ പറ്റുമോ? ഇവിടെ താമസിക്കാൻ അതിലെല്ലാം ഉറപ്പുണ്ട്. എല്ലാവർക്കും ഉറപ്പാണ് ഒരു ദിവസം വിട്ടിട്ട് പോകണമെന്നുള്ളത് കാര്യം. എല്ലാവർക്കും ഉറപ്പാണ് അല്ലേ? ഒരു ദിവസം വിട്ടിട്ട് പോകണ്ടെന്ന് പറയുന്നവരാരെല്ലാം കൈപോക്ക്. എന്നാ പിന്നെ അവരെ നമുക്ക് മുസാഫാത്ത് ചെയ്ത് ബയ്യത്ത് ചെയ്യാലോ. നമുക്കും പോകാതെ ഇവിടെ തന്നെ താമസിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു ദിവസം വിട്ടിട്ട് പോകേണ്ടി വരും എന്നാ പറയുന്ന വാക്ക്. എത്ര വലിയ വാക്കാണ്. ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, പടച്ചവനെ, ഞാൻ എന്തിനാണ് ഈ ദുനിയാവിൽ കുറെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത്, കൂട്ടുകാരെ ഉണ്ടാക്കുന്നത്? എന്തിനാണ് ദുനിയാവിൽ കുറെ അമിതമായി സമ്പാദിക്കുന്നത്? ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവനാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഖബറിൽ ഒരു കൂട്ടുകാരനെ ഉണ്ടാക്കലാ, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അതിനുവേണ്ടി ഞാൻ പണിയെടുക്കാൻ പോവുകയാ. സകലമാന ഭൗതികമായ ആഡംബരങ്ങളും വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങുകയും വിലായത്തിന്റെ മഅരിഫത്തിന്റെ പദവിയിലേക്ക് എത്തുകയും ലോകം ശ്രദ്ധിക്കപ്പെട്ട ബഹുമാനപ്പെട്ട വലിയായി മാറിയില്ലേ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു തആല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. ഇത്തരത്തിൽ മഹാന്മാരുടെ കാര്യങ്ങളെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ദുനിയാവിൽ കിടന്ന് ദുനിയാവിനെ അടിച്ചു പൊളിച്ച് ജീവിച്ചവരാണ്. ദുനിയാവിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചവരാണ്. പെണ്ണും വെള്ളവും മദ്യവും കഞ്ചാവും ഒക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവരുടെ ജീവിതം. ചില ഹദീസുകൾ അവര് പഠിച്ചപ്പോ, ചില ആയത്തുകൾ ഇറങ്ങിയപ്പോ, പടച്ചവനെ, ഇനി ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി അല്ലാഹുവിലേക്ക് മടങ്ങാതെ മറ്റൊരു മാർഗവുമില്ല. അലം യഅനി ലില്ലദീന ആമനൂ, അലം യഅനി ലില്ലദീന ആമനൂ. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു മോഷണത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോ ആ വീട്ടിലിരുന്ന് ഒരു സഹോദരൻ, ഒരു വൃദ്ധനായ ഒരു വ്യക്തി ഓതുകയാണ്, പടച്ച റബ്ബേ, ഇനിയും നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ നിനക്ക് ഇനിയും സമയമായിട്ടില്ലേ?
അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിന്റെ ഖൽബ് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഇനിയും നിനക്ക് സമയമായില്ലേ? ഈ ഒരായത്താണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിനെ മാറ്റിമറിച്ചത്. പെട്ടെന്ന് മോഷ്ടിക്കാൻ പോയതാണ്, ഓടിളക്കിയപ്പോ ഈ ആയത്ത് കേൾക്കുന്നു. അറബിയല്ലേ, ആയത്തല്ലേ? പഠിച്ചവനെ, എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? ഈ കട്ടും മോട്ടിച്ചും വെള്ളം ഓടിച്ച് എത്ര നാൾ ഇങ്ങനെ ജീവിക്കും? ദിവസം മരിക്കണ്ടേ? ദിവസം മരിക്കണ്ടേ? ഇനി മാറാറായില്ല, ഇനി മാറാറായില്ല, തീരുമാനം എടുക്കാറായില്ലേ? ചോദ്യാണ്. ഇനി എന്നാ നമ്മൾ മാറുക? എപ്പോഴാ മാറുക? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുൽ മൗത്ത് വരുമ്പോഴാണോ മാറുക? മലക്കുൽ മൗത്ത് വരുമ്പോ നമ്മൾ പറയും ഞാൻ മാറിയേക്കാം, പ്ലീസ്. ഹത്താ ഇദാ ജാഅഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ. അവന്റെ റൂഹിനെ പിടിക്കാൻ മലക്കുകൾ വരുമ്പോ അവൻ പറയുന്ന വാക്കാണ് ഖുർആൻ നമ്മളെ അറിയിക്കുന്നത്. മലക്കുകളെ, ഒരല്പസമയം എനിക്ക് നിങ്ങൾ തരണം കേട്ടോ. ലഅല്ലി അഅമലു സാലിഹാ, സാലിഹായ കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം, അതിനൊരവസരം എനിക്ക് നൽകുവോ? പറയും, പറയാതെ ആരും മരിക്കൂല കേട്ടോ. ഇത് പറയാതെ ഒരു മനുഷ്യനും മരിക്കൂല. ഇതുവരെയ്ക്ക് ദുനിയാവിൽ കിടന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കും. മരിക്കാറാവുമ്പോ അവന്റെ വെപ്രാളം അങ്ങനെയായിരിക്കും. മരിക്കുമ്പോ അവന്റെ വെപ്രാളം അത് തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്ന ഇബ്ന ആദമ ഇദാ കാന ഫി അവ്വലി യൗമിൻ മിനൽ ആഖിറ വ ആഖിരി യൗമിൻ മിൻ അയ്യാമിദ് ദുനിയാ മുസ്തില ലഹു മാലുഹു വ വലദുഹു വ അമലുഹു. ഒരാള് മരിക്കാറായി കിടക്കുമ്പോ ഈ ലോകത്ത് അവന്റെ അവസാനത്തെ ദിവസമാ, ആഖിറത്തിന്റെ പ്രാരംഭ ദിനമാണ്. ഇവിടുത്തെ അവസാനം, ലാസ്റ്റ് ഡേ. ഇന്ന ഇബ്ന ആദമ ഇദാ കാന ഫീ സിയാഖ്, അവന്റെ യാത്രയ്ക്ക് വേണ്ടി അവൻ തയ്യാറെടുക്കുമ്പോ വഹുവ ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമിദ് ദുനിയാ, ദുനിയാവിലെ അവന്റെ അവസാനത്തെ സമയമാകുമ്പോ നമ്മൾ മരിക്കാറായി കിടക്കാണ്. എല്ലാവരും ഇങ്ങനെ മരിക്കാറായി ഇങ്ങനെ കിടക്കും, മരിച്ചതുപോലെ കിടക്കും കണ്ണടച്ചിട്ട്, ICUലായാലും വെന്റിലേറ്ററിലായാലും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒരു 3 കാര്യം അവന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും മലക്കുകൾ. ഇത് കാണിച്ചിട്ട് അവനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് മരിക്കും. ആളിങ്ങനെ കിടക്കും. അടുത്ത് കിടക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ല. അവരിങ്ങനെ ഗർഗറ വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്. 3 കാര്യം അവന്റെ മുസ്തിലലഹു, അവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്, അവന്റെ മുന്നിൽ കൊണ്ടുവെക്കപ്പെടുകയാ. മാലുഹു, അവൻ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യം. വലദുഹു, അവൻ താലോലിച്ച് വാത്സല്യത്തോടെ കൊണ്ട് നടക്കുന്ന അവന്റെ സന്താനം. വഅമലുഹു, അവൻ മരണം വരെ അവൻ ചെയ്ത അവന്റെ കർമ്മങ്ങൾ. ഇത് 3ഉം അവന്റെ മുന്നിൽ വെളിപ്പെടുത്തിയിട്ടല്ലാതെ ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഈ ലോകത്ത് നിന്ന് നിന്റെ റൂഹിനെ പിടിക്കൂല കേട്ടോ. നല്ലപോലെ ശ്രദ്ധിച്ചണം. വാത് വെറുതെ കേട്ടിട്ട് കാര്യമില്ല. വാത് കേൾക്കാൻ വന്നാൽ എന്തെങ്കിലും കൊണ്ടുപോകണം ഇവിടുന്ന്. ഉസ്താദന്മാര് വെറുതെ വാത് പറയില്ല. ആയത്ത് അതീത് ഓതിയിട്ട് ഖുർആനിനകത്ത് നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ കേട്ടോളി. കളിയല്ല ഇത്. മരിക്കുന്നതിന് മുമ്പ് അവൻ കണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അവനെ കിടക്കുമ്പോൾ അവനെ കാണിക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഈ ലോകത്തിലല്ലോ. ആളുകളൊക്കെ അടുത്തിരുന്ന് നല്ല വിളിക്കും, കറിയും വാപ്പ പോവാണ്, എന്റെ പമ്പിച്ച പോയേ, എന്റെ വാപ്പ പോയി, എന്റെ കെട്ടിയവൻ പോയേ, എന്റെ കെട്ടിയോള് പോയേ, അല്ലോ ഒന്നൊക്കെ അവർ വിളിക്കും. ഇവൻ ഇവിടെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക മലക്കളുമായിട്ട്.
ഇവൻ മലക്കളുമായിട്ടുള്ള സംഘട്ടനമാണ്. 3 കാര്യം അവന്റെ മുന്നിൽ മരിക്കുമ്പോൾ അങ്ങ് സമയത്ത് അങ്ങനെ കിടക്കുമ്പോൾ അവന്റെ മുന്നിൽ 3 കാര്യം കൊണ്ടുവയ്ക്കും. അവന്റെ സമ്പാദ്യം മുഴുവനും ഇതാ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഇക്കാ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. മരിക്കാൻ കിടക്കുന്ന ഉപ്പാ നിങ്ങളുടെ മുന്നിലേക്ക് ഇതാ കൊണ്ടുവരികയാണ് മലക്കുകൾ. അല്ലാഹുവേ, അവൻ ഈ ദുനിയാവിൽ എത്രത്തോളം സ്വത്തുക്കളുണ്ടോ അത്രത്തോളം സ്വത്തുക്കൾ അവന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. ദുബായിലുണ്ടാകട്ടെ, അബുദാബിയിലുണ്ടാകട്ടെ, ഖത്തറിലുണ്ടാകട്ടെ, ബഹ്റൈനിലുണ്ടാകട്ടെ, ലണ്ടനിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, തിരുവനന്തപുരമാകട്ടെ, എറണാകുളമാകട്ടെ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിനക്ക് ഒരു തരിമ്പ് സമ്പത്തുണ്ടോ ആ സമ്പത്ത് മുഴുവനും നിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. അവന്റെ 2 കണ്ണിന്റെ ഇടയിലും ഈ സമ്പത്ത് നിന്ന് കറങ്ങുകയാണ്. മരിക്കുമ്പോ മരിക്കാറായി കിടക്കാണ് ഇങ്ങനെ കൊണ്ടാണ്. ദുബായിലെ മാള്, ഏഷ്യൻ മാള്, 50 വണ്ടി, ആ വണ്ടി സൂപ്പർ മാർക്കറ്റ്, നാട്ടിൽ വാങ്ങിയിട്ട ഏക്കർ കണക്കിന് സ്ഥലം, വാടകയ്ക്ക് കൊടുത്ത വീടുകള്, ഷെഡിൽ കിടക്കുന്ന 3-4 വണ്ടി, ചാമ്പലായിക്കളെ പൊളിഞ്ഞു കിടക്കുന്ന വണ്ടി, ഇതെല്ലാം അള്ളാഹ് കൊണ്ട് കറക്കാണ്, മരിപ്പിക്കൂല. ഇതെല്ലാം നീ കാണും. അപ്പൊ ഇവൻ പറയും, യാ മാലീ. ഇവൻ ആ സമ്പത്തിനോട് സംസാരിക്കുകയാണ്. അവസാനം സംസാരിക്കാതെ ഇവന്റെ റൂഹിനെ പിടിക്കപ്പെടുകയില്ല. ഇവൻ ആ സമ്പത്തിനോട് പറയുന്നു, എന്റെ സമ്പത്തേ, ഇന്നി കുന്തു അലക ഹരീസാ, എനിക്ക് നിന്നോട് അത്യാർത്തിയായിരുന്നു, എനിക്ക് നിന്നോട് വല്ലാത്ത അത്യാഗ്രഹമായിരുന്നു, വല്ലാത്ത ആവേശമായിരുന്നു. കോടാനകോടി സമ്പാദിക്കണം, എത്ര സമ്പാദിച്ചാലും മതിയാവൂല, ഇനിയും വേണമെന്നുള്ള അത്യാഗ്രഹമായിരുന്നു. പക്ഷേ ഞാനൊരു ലുബ്ധനായി പോയില്ലേ അല്ലാ. ഇത്രത്തോളം സമ്പത്ത് എനിക്കുണ്ടായിട്ട് പടച്ചവനെ നിന്റെ മാർഗത്തിൽ ചോദിച്ചപ്പോ അല്ലാഹുവേ, എന്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം മാറ്റിവെക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല നാഥാ. ഞാൻ ലുബ്ധനായി പോയി, പിശുക്കനായി പോയി അല്ലാ. അതുകൊണ്ട് ആ സമ്പത്തിനോട് ഈ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഏ സമ്പത്തേ, ഞാൻ ഇന്ന് മരിക്കാൻ പോവുകയാണ്. ദുനിയാവിലെ എന്റെ അവസാനത്തെ ദിവസമാണ്. ആഖിറത്തിന്റെ ആദ്യത്തെ ദിവസം ഞാൻ ആ പള്ളി ഖബർ കാണുകയാ. ആ പള്ളിയുടെ ഖബർസ്ഥാൻ എനിക്ക് വേണ്ടി ഒരുങ്ങിക്കിടക്കുന്നത് കാണുകയാ. കോടാനകോടി ഉടമസ്ഥൻ ഇതാ ആ സമ്പത്തിനോട് ചോദിക്കുകയാണ്, എനിക്ക് കൊണ്ടുപോകാൻ വല്ലതും തരൂ. എനിക്കെന്താ ഉള്ളത്? 100 കോടിക്കാരനും 50 കോടിയുടെ ഉടമസ്ഥനും 10 കോടിയുടെ ഉടമസ്ഥനും 2 കോടിയുടെ ഉടമസ്ഥനും 10 ലക്ഷം 50 ലക്ഷം എത്ര സമ്പത്തിന്റെ ഉടമയാണോ അവന്റെ സമ്പത്ത് മുഴുവനും അവന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഇവന്റെ ചോദ്യമാണ്, ഞാനിതാ പോവുകയാ, എന്റെ അവസാനത്തെ ദിവസമാണ്, എക്സ്പയറി ഡേറ്റ് ആണ് കേട്ടോ. ഇന്ന് രാത്രി 12 മണിയോടുകൂടി ഞാൻ എക്സ്പയർ ആവാൻ പോവുകയാ. ഇനി പുതിയ ഒരു ജീവിതമാണ്. അതാ കാണുന്ന പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനാണ്. അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ ഈ സമ്പത്തിൽ നിന്ന് കുറച്ച് നൽകണേ. അവൻ പറയുമ്പോ ആ കോടാനുകോടി സമ്പത്ത് ഇതാ അവന്റെ മുന്നിലേക്ക് എടുത്തു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ. ഹുദുമിന്നാ കഫനകാ, ഇതാ നിന്റെ മയ്യത്ത് പൊതിയാനുള്ള തുണി ഞങ്ങൾ നിനക്ക് സമ്മാനിക്കുന്നു സഹോദരാ. 50 കോടിയുടെ ഉടമസ്ഥൻ മരിക്കാൻ കിടക്കുമ്പോ അവന് കൊടുക്കുന്ന സമ്മാനാണ് ഈ സമ്പത്തിൽ നിന്ന്. ഖുദ് മിന്നി കഫനക്, ദാ പിടിച്ചോ, ഞങ്ങളിൽ നിന്ന് നിന്റെ കഫൻ പുടവ. അതല്ലേ ശരി? 100 കോടിയുടെ ഉടമസ്ഥൻ മരിക്കാൻ കിടക്കുമ്പോൾ അവൻ മരിച്ചാ കൊണ്ടുപോകുന്ന അവന്റെ സമ്പത്തിൽ നിന്ന് എന്താ ഉള്ളത്? കഫൻ പുടവയല്ലേ? അല്ലേ പ്രസിഡന്റ്? അല്ലോ, എന്റെ വാപ്പ ഇന്നലെയാണ് ബെൻസ് എടുത്തത്. ഇത്ര പെട്ടെന്ന് വാപ്പ മരിക്കുമെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരെ പ്ലീസ് എന്റെ വാപ്പാന്റെ മയ്യത്ത് ആ ബെൻസിൽ ഒന്ന് പള്ളിക്കാട് വരെ കൊണ്ടുപോണേ. ആരെല്ലാം കൊണ്ടുപോകും? സമ്മതിക്കോ?
അത് നിങ്ങൾക്ക് സമ്മതിച്ച ഒരു പാവം പിടിച്ച മനുഷ്യൻ്റെ ആഗ്രഹമല്ലേ? നിങ്ങൾക്കൊന്ന് സമ്മതിച്ച എന്താ? പള്ളി പ്രസിഡന്റ് ആയിരുന്നിട്ട് 1 കോടി രൂപയുടെ ബെൻസ് കാറെടുത്ത് വാപ്പാക്കൊന്ന് സൂഹിക്കാൻ കഴിഞ്ഞില്ല, പോകാൻ കഴിഞ്ഞ അപ്പോഴത്തേക്ക് അറ്റാക്ക് വന്ന് വാപ്പം മരിച്ചു. ശരി, എൻ്റെ മയ്യത്തെങ്കിലും കാറിനകത്തൊന്ന് വെച്ചോണ്ട് പോകും. സമ്മതിക്കുമോ ആരെയും സുഹൃത്തുക്കളെ? ഇല്ല. ബെൻസ് ഗിൻസൊക്കെ അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി. ഇവിടെ ഒന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ വേണ്ട ഡീസലില്ല, പെട്രോളില്ല, ഗ്രീസില്ല, ഡ്രൈവറില്ല, ചക്രമില്ലാത്ത ഒരു വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതവിടെ വരും. അതിനി ആരായാലും കോടാന കോടി ഇവിടുത്തെ കോടീശ്വരൻ മരിച്ചാലും അവൻ്റെ വീട്ടിൽ വരുന്ന ആ സാധനം തന്നെയാണ്. അതിലോട്ട് അങ്ങോട്ട് കയറ്റി ഞങ്ങൾ ചുമന്നുകൊണ്ട് നടക്കാം. ഇത്ര നാൾ നിന്നെ വണ്ടി ചുമന്നുണ്ടല്ലേ നടന്നത്, ഇതിപ്പോൾ ഞങ്ങൾ നിന്നെ ചുമക്കാം. കയറും. അനി എനിക്കെന്താ ഉള്ളത്? കഫൻ പുടവ മാത്രമാണ് നിനക്കുള്ളത്. ദാ പിടിച്ചോ. കഫൻ പുടവ എടുത്ത് ഇങ്ങനെ വിരിച്ചു കാണിക്കും ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുന്നിൽ. 21 മുഴം വെള്ളത്തുണി. ഇതാണ് ഞങ്ങൾ നിനക്ക് തരുന്ന സമ്മാനം. ആര് തരുന്ന സമ്മാനം എന്നറിയോ? ദുബായിലെ മാളിന്റെ ഉടമസ്ഥ, അബുദാബി മാളിന്റെ ഉടമസ്ഥ, ഈ ദുനിയാവിലെ ഇവിടെ പാലോടോ പാങ്ങോടോ കോടിക്കണക്കിന് വസ്തുക്കളോ കോടിക്കണക്കിന് സമ്പത്തുകളോ വലിയ വലിയ മാളുകളോ ഉള്ള വ്യക്തിയുടെ ഉടമസ്ഥ, നീ മരിക്കുമ്പോ ആ സമ്പത്ത് നിനക്ക് തരുന്ന സമ്മാനം ഖുദ് മിന്നീ കഫനക. കഫൻ പുടവ ഇത്രയേ ഉള്ളൂ. 21 മുഴം തുണി. എന്നാൽ ലിനന്റെ തുണിയിൽ എൻ്റെ വാപ്പാന്റെ മയ്യത്ത് പൊതിയാവോ? മീറ്ററിന് 2000-3000 രൂപ വിലയുള്ളതാണ്. എൻ്റെ വാപ്പ വില കൂടിയ വസ്ത്രമാണ് ധരിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാപ്പ മരിക്കുമ്പോഴെങ്കിലും ആ ലിനന്റെ തുണിയിൽ എൻ്റെ ഉപ്പാന്റെ മയ്യത്തടക്കണേ. മേടിച്ചോണ്ടാ മോദിമാര് സമ്മതിക്കുമോ? പള്ളിയിൽ ലിനന്റെ തുണി കൊണ്ടുവന്നിട്ട് ആപ്പാന്റെ മയ്യത്തടക്കണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഏറ്റവും കൂടിയ തുണിയാ 3000 രൂപ മീറ്ററിന്. മനെ അതൊന്നും ഇവിടെ നടക്കൂല. മരിക്കാൻ പോകുന്നവർക്ക് നീ കൊണ്ട് നടക്കോ? ഇവിടെ ഈ പാവം പിടിച്ച പന്ന തുണിയുണ്ട്, ഒരു 100 രൂപ മീറ്റർ വിലയുള്ളത്. അത് മതി. അത് കൊണ്ടുവന്ന് അതിനകത്ത് പൊതിഞ്ഞിട്ട് പോകാം. അല്ലാതെ വേറെ ഇവിടെ വേണ്ട. കോടാന കോടി ഉടമസ്ഥന്റെ മയ്യത്താ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. വെറും ലോക്കൽ തുണിയില്. ഇതാണ് നമ്മുടെ സമ്പത്ത് നമുക്ക് നൽകുന്ന സമ്മാനം. ഖുദ് മിന്നീ കഫനക. ഞങ്ങളിൽ നിന്ന് ഈ കഫൻ പുടവ നീ നിനക്ക് സമ്മാനമായി തരാം. രണ്ടാമത് വയൽതഫിതു ഇലാ വലദി. തന്റെ മക്കളുടെ രൂപത്തിൽ കുറെ ആളുകൾ വന്ന് നിൽക്കുകയാണ്. നിനക്ക് എത്ര മക്കളുണ്ടോ ഈ ദുനിയാവിൽ, നീ എത്ര മക്കളുടെ ഉപ്പയാണോ, ആ മക്കളുടെ രൂപങ്ങൾ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. 4 പെണ്ണും 5 ആണുമാണ്, 5 പെണ്ണും 4 ആണുമാ, 3 പെണ്ണും 2 ആണുമാണ്, 1 ആണും 1 പെണ്ണുമാണ്. 2 ആമക്കളാണ്, 3 ആമക്കളാണ്, 3 പെമ്മക്കളാണ്, 4 പെമ്മക്കളാണ്. എത്ര മക്കളാണോ മരിക്കുമ്പോ അവർ ഈ ലോകത്തിന്റെ ഏത് കോണിലാകട്ടെ ദിക്കിലാവട്ടെ മരിക്കാൻ കിടക്കുന്ന ഉപ്പ നിങ്ങളുടെ മുന്നിലേക്ക് ഈ മക്കളുടെ കോലം വന്ന് നിരന്ന് നിൽക്കുകയാണ്, കരയുകയാണ്. ആ മക്കള് കണ്ണുനീര് ഒലിപ്പിക്കുമ്പോ ആ കണ്ണിലേക്ക് നോക്കിയിട്ട് ഉപ്പ പറയുകയാ, മക്കളെ കുന്തു അലൈക്കും മുഹിബ്ബാ വമുഹാമിയാ. ഈ ഉപ്പ നിങ്ങളുടെ എല്ലാം ആയിരുന്നില്ലേ? നിന്റെ ആവശ്യം എന്താണോ ആ ഉപ്പ സാധിച്ചു തന്നില്ലേ? നീ ദുഃഖം അറിഞ്ഞിട്ടുണ്ടോ മക്കളെ? നീ പ്രയാസം അറിഞ്ഞിട്ടുണ്ടോ മക്കളെ? മിഠായിക്ക് വേണ്ടി കരയുമ്പോ ഈ ഉപ്പ നിനക്ക് മിഠായി വാങ്ങി തന്നില്ലേ? വണ്ടിക്ക് വേണ്ടി കരഞ്ഞപ്പോ ഈ ഉപ്പ വാഹനം എടുത്ത് തന്നില്ലേ? മൊബൈലിന് വേണ്ടി നീ നിർബന്ധം പ്രകടിപ്പിച്ചപ്പോ നിന്റെ കണ്ണുനീര് കാണാൻ എനിക്ക് സഹിക്കാൻ കഴിയാതെ വന്നപ്പോ എന്റെ പൊന്നു മോനെ നീ കരയാതിരിക്കാൻ ഈ ഉപ്പ നിനക്ക് മൊബൈൽ വാങ്ങി തന്നില്ലേ? എനിക്ക് ഇന്ന വസ്ത്രം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നും തിരിഞ്ഞു നോക്കാതെ നീ ആഗ്രഹിച്ച വസ്ത്രം നിനക്ക് ഞാൻ വാങ്ങി തന്നില്ലേ? മക്കളെ, ഇതാ ഈ വാപ്പ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. വാപ്പാന്റെ അവസാനത്തെ ദിവസമാണ്, വാപ്പാന്റെ തുടക്ക ദിവസമാണ് പള്ളിക്കാട്ടിലെ ഖബർ ഞാൻ കാണുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, ഈ വാപ്പാക്ക് നിങ്ങൾ തരുന്ന സമ്മാനം എന്താ? വാപ്പായെ ഒന്ന് സന്തോഷിപ്പിക്കൂ. വാപ്പാക്ക് വല്ല സമ്മാനം നൽകുവോ? മക്കളോട് ചോദിക്കും.
മക്കളോട് ചോദിക്കും. അല്ലാഹു അക്ബർ. ഇതൊക്കെ കാണിച്ചിട്ട് ഒരാൾ മരിക്കുള്ളൂ ദുനിയാവിൽ. ഇതെല്ലാം കാണിക്കും. ഇതൊന്നും കാണിക്കാതെ, ഇതൊന്നും കണ്ടിതൊന്നും ചർച്ച ചെയ്യാതെ ഒരാളും മരിക്കൂല. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ തീരുമാനം. അങ്ങനെയാണ്. അവനെ അള്ളാഹ് ഇട്ട് ദുനിയാവിലിട്ട് ഇതെല്ലാം പാഠം പഠിപ്പിച്ച് കാണിച്ചിട്ട് ഇവനെ അള്ളാഹ് മരിപ്പിക്കുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താ എനിക്ക് മക്കളെ, ഇത്രയും മക്കളെയൊക്കെ വാറ്റി വളർത്തി കൊണ്ടുവന്ന് ഇത്രയൊക്കെയായി, ഇവർക്ക് അത്താക്കും അമ്മാക്കും വാപ്പാക്കും ഉമ്മാക്കും എന്താ ഇവൻ ചെയ്തത്? നബിയുനാ റസൂൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ മക്കളോട് ഈ വാപ്പ ചോദിക്കുകയാണ്, വാപ്പാ മക്കളെ, എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള സമ്മാനം എന്താണ്? എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വാപ്പാമാരും ആ മദ്രസയ്ക്കുള്ളിലിരിക്കുന്ന ഉമ്മമാരും ശ്രദ്ധിച്ചോ, അവസാനം നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ മക്കള് പറയാൻ പോകുന്ന ഈ വാക്കാണ്, വാപ്പാ നുഅദ്ദിക ഇലാ ഹുഫറതിക വനുവാരിക. ഇപ്പോ പുതിയതായിട്ട് വാങ്ങിയ മയ്യത്തുവാടി ഉണ്ടല്ലോ, മയ്യത്തുംകര ഉണ്ടല്ലോ, ഖബർസ്ഥാൻ ഉണ്ടല്ലോ, അതിന്റെ തെക്കേ മൂലയിൽ ഒരു ഖബർ വാപ്പാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുഴിച്ചിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ ഒന്നും മരിച്ചാ മതി, ആ മയ്യത്ത് ഞങ്ങൾ ആ ഖബറിലേക്ക് ഇറക്കി വെക്കാം, അവിടുത്തെ മുകളിലേക്ക് ഞങ്ങൾ മണ്ണ് വാരിയിടാം. മക്കള് പറയുന്ന വാക്കാണ്. മരിക്കുമ്പോ വാപ്പ അതല്ലേ മക്കൾക്ക് ചെയ്യാൻ പറ്റൂ? അല്ലേ ഉസ്താദെ? അല്ല മക്കൾക്ക് പറഞ്ഞല്ലേ, അല്ലോ എന്റെ വാപ്പ ഇന്നലെ വെച്ച വീടാണ് പടച്ചവനെ, വാപ്പ ഒരു വർഷം പോലും ഇവിടെ താമസിച്ചിട്ടില്ല, ഒരു 6 മാസം പോലും താമസിച്ചിട്ടില്ല. ഇല്ല കൊണ്ടുപോകല്ലേ, മയ്യത്ത് കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പാന്റെ മയ്യത്ത് ഒരു 6 മാസമെങ്കിലും ഈ വീട്ടിൽ തന്നെ വെക്കണേ, ഒരു 2 ആഴ്ചയെങ്കിലും ഈ വീട്ടിൽ തന്നെ വെക്കണേ. ആ വാപ്പായുടെ മയ്യത്തിനോടൊപ്പം ഞങ്ങളും ഒന്ന് 2 ആഴ്ച ഈ വീട്ടിൽ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഏതെങ്കിലും മക്കൾ പറയോ? എന്താ പാരോ? ഞാൻ നിർത്താൻ പോ പ്രസംഗം. പിന്നെന്ത് നിങ്ങൾ മിണ്ടാത്ത, ഒന്നും പറയാത്ത എന്താ നിങ്ങള്? ഞാൻ ഈ ചുമ്മാ വെറുതെ വന്ദേ ഭാരത് പോകുന്ന പോലെ പ്രസംഗിച്ചാണ് ഇങ്ങനെ പോയിട്ട്, നിങ്ങൾക്ക് ഉമ്മ ഒരു ഇതുമില്ലാതെ ഉറക്കം വരുന്ന ഇതൊക്കെ കേൾക്കുമ്പോ. കബറി ഉറക്കൂല, കുത്ത് കിട്ടും മലക്കൾ വന്നിട്ട്, ഉറക്കാൻ സമ്മതിക്കൂല. വേണമെങ്കിൽ കേട്ട് മനസ്സിലാക്കിയോ. ഇതൊക്കെ മക്കളെ പൊക്കിക്കൊണ്ട് പൊന്നെ, തങ്കക്കുടവേ, ചക്കരേ, മുത്തേ, കരളെ, കിഡ്നിയെ എന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അവസാനം അവൻ പറയുന്ന വാക്കാണ്, നുഅദ്ദീക ഇലാ ഹുഫറതിക വനുവാരിക ഫീ. ഖബർ കുഴിച്ചിട്ടുണ്ടുപ്പാ, ആ ഖബറിലേക്ക് ഞങ്ങൾ കൊണ്ടിടുമുപ്പാ, അതിന്റെ മോളിൽ മണ്ണ് വാരിയിട്ടിട്ട് ഞങ്ങൾ കടന്നു പോകുമുപ്പാ. പോയി സമ്പത്ത് നമ്മളെ വിട്ട്, സന്താനങ്ങൾ നമ്മളെ വിട്ട്. പിന്നീട് അവൻ തിരിയുന്നത് അവന്റെ അമലിലേക്കാണ് കേട്ടോ. ഈ ദുനിയാവിൽ ആഖിറത്തിന് വേണ്ടി വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടോ, അതിലേക്കാണ് പിന്നീട് മൂന്നാമതായി തിരിയുന്നത്. അല്ല ഉണ്ടെങ്കിൽ ഓക്കെ. മൂന്നാമതായി അങ്ങോട്ട് തിരിയുമ്പോ നോക്കുമ്പോ ഒന്നുമില്ല, ഒരു വലിയ ബുക്ക്, 60 വർഷത്തെ ബുക്ക്, അതിലവിടെ ഇവിടെ മാത്രം പച്ച വര. എന്താ നോക്കുമ്പോ എന്താ, ഒരു മാസത്തിന്റെ കണക്കെടുത്തപ്പോ 4 പച്ചയുള്ളൂ, 4 ജുമ മാത്രം. ഒരു വർഷത്തിൽ നോക്കുമ്പോ ഒരു 30 ഡോട്ട് കാണുന്നുണ്ട്, റമളാൻ മാത്രം. പിന്നെ ഇങ്ങനെ കണക്ക് നോക്കുമ്പോൾ 2 അറ്റം 2 പുള്ളി കാണുന്നു, ഒന്ന് വലിയ പെരുന്നാൾ, ഒന്ന് കൊച്ചു പെരുന്നാൾ. ബാക്കിയുള്ള സമയം എല്ലാം ജുമാ മാത്രം. 5 വക്കത്തിന്റെ സമയം എല്ലാം ബ്ലാങ്ക് എംറ്റി, ഒന്നുമില്ല. ചോപ്പ് വര. തിരിഞ്ഞു നോക്കാണ്, ഇതാണ് എൻ്റെ അമല്, അല്ലാഹുവേ, ഇതാണ് എൻ്റെ അമല്. നോക്കാണ്. ഇപ്പൊ വിളിച്ചു പറയാണ്, അല്ലാഹ് പടച്ചവനെ, ഹത്താ ഇദാ ജാഅദഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹാ
ഫീമാ തറക്തു. അല്ലാ പിടിക്കല്ലേ അല്ലാ, എന്റെ റൂഹ് പിടിക്കല്ലേ അല്ലാ. ഒരമല് ചെയ്യാൻ അവസരം താ പടച്ചവനെ, ഞാൻ ഈ കോറമൊന്ന് നിറയ്ക്കട്ടെ അല്ലാ. എല്ലാം ബ്ലാങ്കായി കിടക്കുകയാണ്. ദുനിയാവിന്റെ രസത്തിൽ ഞാൻ വീണുപോയി പടച്ചവനെ, ദുനിയാവിന്റെ അനുഭൂതിയിൽ കുടുങ്ങിപ്പോയി പടച്ചവനെ, ദുനിയാവിന്റെ രസാനുഭൂതികൾ എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു അല്ലാ, ദുനിയാവിന്റെ ആഡംബരം എന്നെ അടിമപ്പെടുത്തി കളഞ്ഞു അല്ലാ. അല്ലാഹുവേ, ഒരവസരം കൂടി നൽകി എന്നെ ഒന്ന് കരകയറ്റണേ അല്ലാ. ലഅല്ലി അഅമലു സാലിഹാ. എത്ര സദഖകൾ വേണമെങ്കിലും ചെയ്തു കൊള്ളാം, എത്ര നന്മകൾ വേണമെങ്കിലും ചെയ്തു കൊള്ളാം. ഇർജിഊൻ ഇർജിഊൻ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. ഒരവസരം നീ നൽകണേ അല്ലാ. ആ സമയത്ത് വിളിക്കാണ്. എല്ലാം ബ്ലാങ്ക്. മോനെ 60 വയസ്സായ ബുക്കാ, 40 വയസ്സായ ബുക്കാണ്, 30 വയസ്സായ ബുക്കാ കൊണ്ട് തന്നത്. എത്ര നാളെ എവിടെ ആയിരുന്നു? നീ മരണത്തെ കുറിച്ച് ഓർത്തില്ലല്ലേ? മരിക്കൂലെന്ന് അങ്ങനെ കരുതിയില്ലേ? ഇതൊന്നും ആരും ചോദിക്കൂലെന്ന് നീ കരുതിയില്ലേ? ഓഹോ, എല്ലാവരും മരിക്കുമ്പോൾ വെറുതെ കൊണ്ട് മിണ്ടാണ്ട കൊണ്ടിട്ട് കെട്ടി 3 കെട്ടും കെട്ടി കൊണ്ടുപോയി കവർ കുഴിക്കാത്തിട്ട് മണ്ണും വാരിയിട്ട് വരുന്നു. പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കൂല്ലേ എന്ന് നീയും കരുതിയില്ലേ? ഇല്ല, കൈവിട്ടുപോയി. ഇല്ല, രക്ഷയില്ല, കൈവിട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ വിളിക്കാണ്, നിലവിളിക്കാണ്, ഇവന്റെ വാക്കാണ്. റബ്ബനാ ഗലബത് അലൈനാ ശിഖ്വതുനാ വകുന്നാ ഖൗമൻ ളാലീൻ. അല്ലാഹുവേ, ദുനിയാവിന്റെ രസങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു അല്ലാ. ഞാനതിൽ കുടുങ്ങിപ്പോയി പടച്ചവനെ. ഈ പള്ളി കണ്ടിട്ടും മദ്രസ കണ്ടിട്ടും എനിക്ക് ബോധം വന്നില്ല അല്ലാ. എത്രയോ മയ്യത്തിന് സാക്ഷ്യം വഹിച്ചവനാണ്, എത്രയോ മയ്യത്തടക്കാൻ ഞാൻ സാക്ഷ്യം വഹിച്ചവനാണ്, എത്രയോ ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നുപോയവനാണ് പടച്ചവനെ. ഈ മരണമെന്ന യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുമെന്ന് എനിക്കിപ്പോഴാണ് ബോധം വന്നത്. അതുകൊണ്ട് അല്ലാ, അഖ്രിജ്നാ മിൻഹാ, ഇതിൽ നിന്നൊന്ന് മടക്കണേ, എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരണേ. ഫൈനുദ്നാ ഫൈന്നാ ളാലിമൂൻ. ഇനി മേലിൽ മടങ്ങില്ല അല്ലാ, ഇനി മേലിൽ ഒരു തെറ്റിലേക്ക് പോകില്ല അല്ലാ. അങ്ങനെ ഞാൻ ഇനി നിനക്ക് ഇഷ്ടപ്പെടാത്ത ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ ഞാൻ അക്രമിയും അഹങ്കാരിയുമായിരിക്കും റബ്ബേ. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ ചെയ്യാം. അതുകൊണ്ട് ഒരവസരം നൽകി എന്റെ ജീവൻ മടക്കി തരുവോ അല്ലാ. മനുഷ്യന്റെ വിലാപം വിലപിക്കും. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ? ആർക്ക് ഇതിന് മറുപടി പറയാൻ പറ്റും? ആർക്ക് എതിർക്കാൻ പറ്റും? അല്ലാഹ് നമ്മളെ സൃഷ്ടിച്ചു, അവൻ നമ്മളെ വിളിക്കുകയാണ്. അവൻ നമ്മളെ സൃഷ്ടിച്ചു, അവൻ നമ്മളെ വിളിക്കുകയാണ്. അവൻ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ ആ വിളിക്ക് ഉത്തരം നൽകാതെ പിടിക്കുകയാണ്. മലക്കളായിട്ട് സംഘടനയാണ്. വിടല്ലേ, കൊണ്ടുപോലെ പ്ലീസ്. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول ربي لولا أخرتني إلى أجل قريب فأصدقا وأكن من الصالحين. എത്ര വലിയ വാക്കാ പറയുന്നത് മനുഷ്യ. ദൈവമില്ല, അല്ലാഹ് ഇല്ല, റബ്ബില്ല, ആഖിറമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിച്ചിട്ട് അവസാനം മരിക്കാൻ വേണ്ടി കിടക്കുമ്പോ ബഹുമാനപ്പെട്ട മലക്കുകൾ വരുമ്പോ അവരുടെ മുന്നിൽ നീ എന്തേ ഇത്രത്തോളം നിലവിളിക്കുന്നത്? എന്തിനാണ് അട്ടഹസിക്കുന്നത്? എന്തിനാണ് അലമുറയിടുന്നത്? എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ വിളിച്ചു കൂവുന്നത്? പടച്ച തമ്പുരാൻ നമ്മളോട് അവൻ
അവന്റെ ആ വെപ്രാളം അറിയിക്കുകയാണ് കേട്ടോ. അള്ളാഹു പറയുന്നതൊന്ന് കേൾക്കണേ സഹോദരാ സഹോദരി. വെറുതെ വാത് വന്നിരുന്നിട്ട് പോയിട്ട് കാര്യമില്ല. പടച്ചവൻ നമ്മളോട് ഇപ്പോഴേ ഉപദേശിക്കുകയാണ്. ദൃഢഗാത്രമായവരെ, ആരോഗ്യമുള്ളവരെ, ഓടാനും ചാടാനും കഴിവുള്ളവരെ, സമ്പത്തുകൾ കൈകാര്യം ചെയ്യുന്നവരെ, കോടാനകോടി ഉടമസ്ഥരെ, നിങ്ങളോടാണ് അള്ളാഹുവിന്റെ സംസാരം. പടച്ച തമ്പുരാൻ നമ്മളോട് സംസാരിക്കുകയാണ്. സമയം നീണ്ടുപോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. വേണമെങ്കിൽ അനുസരിക്കണേ, പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വിസ്മരിപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ, നിങ്ങളെ തകർക്കാതിരിക്കട്ടെ. കടയിൽ കച്ചവടം നടക്കുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് വിളിക്കുന്നത്, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ. നല്ല കച്ചവടം കൊടുമ്പിരി കൊള്ളുന്ന സമയമാ. ആ സമയത്ത് കച്ചവടത്തെക്കാൾ വലുത് എന്റെ റബ്ബിന്റെ വിളിയാണെന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവനാണ് യഥാർത്ഥത്തിലെ വിജയി. അതല്ല, ബാങ്ക് വിളി കേൾക്കുകയാണ്, നമസ്കാരത്തിന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഔവൽ വഖത്ത് ശ്രേഷ്ഠമായ സമയം നഷ്ടപ്പെടുകയാണ്, കച്ചവടം പൊടിപൊടിക്കുകയാണ്, ഉത്സവ കച്ചവടമാണ്. അൽഹംദുലില്ലാഹ്, നല്ല പണം പെട്ടിയിൽ നിറയുമ്പോ ഇവന്റെ ളുഹർ ഇദാ ഖലാവുകയാ, ഇവന്റെ അസർ ഇദാ ഖലാവുകയാ. സത്യവിശ്വാസികളെ, സമ്പത്തിന്റെ പേരും പറഞ്ഞ്, കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തരുത് കേട്ടോ, വീഴ്ച വരുത്തരുത് കേട്ടോ. അങ്ങനെ വീഴ്ച വരുത്തുന്നവർ ഏറ്റവും വലിയ നഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്. വമൻ യഫ്അൽ ദാലിക ഫൗലൈക ഹുമുൽ ഖാസിറൂൻ. അങ്ങനെ പ്രവർത്തിക്കുന്നവരാരാണോ അവർ തീരാ നഷ്ടത്തിലാ, അവർ തീരാ നഷ്ടത്തിലാണ്. ആ കച്ചവടം ചെയ്യുമ്പോഴാണ് നീ അറ്റാക്ക് വന്ന് മരിക്കുന്നതെങ്കിൽ നീ കിടക്കേണ്ടത് ഈ വിളിച്ച പള്ളിയിലാണ്. അവിടെ വെച്ചാണ് നീ മരിക്കുന്നതെങ്കിൽ, ആ കടയുടെ മുന്നിലാണ് മരിക്കുന്നതെങ്കിൽ, ആ കസ്റ്റമറുടെ മുന്നിലാണ് നീ മയങ്ങി വീഴുന്നതെങ്കിൽ, നീ ആ വിളിക്ക് ഉത്തരം നൽകാത്തതിന്റെ പേരിൽ അവസാനം ജനങ്ങൾ നിന്നെ കൊണ്ടിടുന്നത് അല്ലാ നീ വിളിച്ച ഗൃഹത്തിലാണ് കേട്ടോ. വിളിക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ നീ ഉത്തരം നൽകപ്പെടുന്ന ഒരു ദിവസം വരും കേട്ടോ. അതുകൊണ്ട് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബലി അയ്യാതിയ അഹദകുമുൽ മൗത്ത്. മരണം എപ്പോഴായാലും സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ആ മരണം വരുന്നതിന് മുമ്പ് കയ്യിൽ വല്ലതും ഉണ്ടോ നിന്റെ ഖബറിന് വേണ്ടി നീ ചെയ്തു വെക്കണേ. അല്ല പറയുന്നു, നീ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സമ്പത്തല്ല, നിന്റെ കഴിവ് കൊണ്ടും ഉണ്ടാക്കിയതല്ല. മിമ്മാ റസഖ്നാകും, നാമാണ് നിനക്ക് ആ സമ്പത്ത് നൽകിയത്, നാമാണ് നിനക്ക് ആ വീട് നൽകിയത്, നാമാണ് നിനക്ക് ആ കൊട്ടാരം നൽകിയത്, നാമാണ് നിനക്ക് ആ ജോലി നൽകിയത്. അതിൽ നിന്ന് കിട്ടുന്ന വിയർപ്പിന്റെ അംശമുണ്ടല്ലോ, അൻഫിഖൂ, നാളേക്ക് വേണ്ടി നീ മാറ്റി വെക്കണേ. ഖുർആൻ പറയുന്ന വാക്കാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يفعل ذلك فأولئك هم الخاسرون. എന്നിട്ട് കൊടുക്കാതെ പിടിച്ചു വെക്കും. എത്ര പ്രസംഗിച്ചാലും വാള് പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് കേൾക്കൂല. ഇതൊക്കെ സംഭവം ശരി തന്നെയാണ്. അല്ലെ മരിച്ചു പോവളിയാ, മരിച്ചു പോവളിയാ ഒക്കെ അറിയാ. പക്ഷെ മരിക്കാറാവുമ്പോ എന്താ നീ പറയുന്നത്? അതാ രസം. ഖുർആൻ പറയുന്ന വാക്കാണ്. ഇതൊക്കെ ഖുർആനിൽ കേട്ടോളി. ഖുർആൻ ഇതൊക്കെ ഖുർആനാണ്. അത് ആർക്കും സംശയമില്ലല്ലോ. സഹീഹാണോ ലൈഫാണോ അല്ലെങ്കിൽ മുസ്ലിനാദാണോ അല്ലെങ്കിൽ മുബാഹാണോ, ഇതൊന്നും ആർക്കും ചോദ്യമില്ലല്ലോ. ഖുർആൻ ഓതി അർത്ഥം പറയുമ്പോഴേ അങ്ങനെല്ലാം ഉണ്ടോ?
അപ്പൊ ആർക്കും ഒരു സംശയമൊന്നും വേണ്ടല്ലോ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. മരണം വരുന്നതിന് മുമ്പ് വല്ലതും ചെയ്തോ? അതിന്റെ അർത്ഥം എന്താ? മരിക്കാൻ കിടക്കുമ്പോൾ ചെയ്തിട്ട് കാര്യമില്ല എന്നർത്ഥം. മരണം വരുന്നതിന് മുമ്പ് ചെയ്തോ? നിന്റെ എല്ലാം അസ്തമിച്ചു പോയി, നിന്റെ ശരീരമെല്ലാം ശോഷിച്ചു പോയി, എല്ലാം തകർന്നു പോയി, ബലഹീനനായി മരിക്കാൻ പോവുകയാ. നീ പറയുന്നു ഫസദ്ദഖാ വകും മിനസ്സാലിഹീൻ. അല്ലാഹ്, ഞാൻ എൻ്റെ സമ്പത്തിന്റെ ഒരേക്കർ പള്ളിക്ക് കൊടുക്കാൻ പഠിച്ചോനേ. വിളിക്കാനുള്ള മരിക്കാൻ പോവാ മോനെ, ഒരേക്കർ പള്ളി കൊടുത്തേരടാ. വേണ്ടടാ, പോടാ. ഇത്ര നാളും കൊടുക്കാത്ത പോടാ, പിടിച്ചു വെച്ചിട്ടുണ്ടല്ലേ, പോടാ. വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടാ, പോടാ. എൻ്റെ വാപ്പ കൊണ്ടുപോയി കൊണ്ടാ, പോടാ. വേണ്ട, പോടാ. അറിയാൻ ഇത്ര നാളും കൊടുക്കാത്തവൻ ചാവാറാകുമ്പോൾ നിന്റെ പണം ആർക്കണം, പോടാ. ഉള്ള പറഞ്ഞാക്ക ഞാനല്ലേ, ഖുർആൻ പറഞ്ഞ വാക്കല്ലേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ആരോഗ്യമുള്ളപ്പം നിങ്ങൾ സദഖ ചെയ്യണേ. മരിക്കാറായി കിടക്കുമ്പോ സദഖ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ആരോഗ്യമുള്ളപ്പോഴും പണത്തിനോട് അത്യാഗ്രഹമുള്ളപ്പോഴും നീ സദഖ ചെയ്യണം കേട്ടോ. ആ സമയത്തോടെ സദഖ ചെയ്യാൻ ആരോഗ്യമുള്ളപ്പോ. മരിക്കാറായി കിടന്ന് ഇനി ആരുമില്ല, ചാവാൻ പോവാണ്, കാല് കബറിലേക്ക് നീട്ടി വെച്ചിരിക്കുകയാണ്. മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ അത് മൊത്തം നീ പള്ളിക്ക് എഴുതി കൊടുത്തേരേ. ഇനിയിപ്പോ എന്തിനാ വാപ്പ, ഇനിയിപ്പോ എന്തിനാ കൊടുക്കുന്നത്? ഇനി മരിച്ചു കഴിഞ്ഞ് മക്കൾ ആരെങ്കിലും വാപ്പാടെ പേര് കൊടുക്കുന്ന കൊടുത്തോട്ടെ, വാപ്പാടെ കാര്യം തീർന്ന സംഭവം. അല്ലാഹ്, മക്കൾ ആര് കൊടുക്കുന്ന പ്രതീക്ഷ?